എറണാകുളം ഗോശ്രീ പാലത്തിന് സമീപമുള്ള ജി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച അവേക്കനിംഗ് ബുദ്ധ പൂർണിമ ദേശീയ ആർട്ട് എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. ബോധോദയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ പകരുന്ന നിരവധി ചിത്രങ്ങൾ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധ പൂർണിമയോടനുബന്ധിച്ച് ഇൻഡസ് ആർട്ട് സെന്റർ സംഘടിപ്പിക്കുന്ന അവേക്കനിംഗ് ബുദ്ധ പൂർണിമ ദേശീയ ചിത്രപ്രദർശനം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ബുദ്ധന്റെ ജീവിതവും ദർശനങ്ങളും പ്രമേയമാക്കി രാജ്യത്തെ 20 പ്രമുഖ കലാകാരന്മാരൊരുക്കിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വിവിധ രചനാശൈലികളിലൂടെ ബുദ്ധ ദർശനങ്ങളെ ജനങ്ങളിലെത്തിക്കുന്ന സംരംഭമാണിത്. ബുദ്ധ പൗർണമി ദിവസം ഇന്ന് മെയ് 1-ാം തീയതിയാണ്. അപ്പോൾ അതിന് ഒരു ബുദ്ധൻ്റെ തീമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു സംഘടനയുണ്ട്. ഇതിപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇൻഡസ് ഗ്രൂപ്പാണ്. അവർ പുതിയൊരു ആർട്ട് ഗാലറി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എന്നെ ഏൽപ്പിച്ചതാണ്. ഇത് 3-ാം തീയതി വരെ ഡെയിലി വരുന്നുണ്ട്, ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബുദ്ധൻ്റെ അനുസ്മരണം ഡെയിലി ഇവിടെ ഉണ്ടാകും. ഗസ്റ്റുകൾ ഇന്ന് 3 പേര് ഇവിടെ, ഗോപകുമാർ സാറ്, പിന്നെ അജയ് ശേഖർ, പിന്നെ സജിമോൻ പാറായിൽ, അങ്ങനെ 3 പേര് ഇന്ന് വരുന്നുണ്ട്. ഇതിന് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ എംബോസ്ഡ് വർക്ക്, സാൻഡ് വർക്ക്, ബ്രാസ് വർക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇതേപോലെ സിമെൻറ്റ് വർക്ക്, പിന്നെ സ്കൾപ്ചർ ഉണ്ട്. അങ്ങനെ പല മോഡലിലുള്ള വർക്കുകൾ. ഈ ഒരു ബുദ്ധയുടെ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഈ കണ്ണാടിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കണ്ണാടിയുടെ പുറകുവശത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ റിവേഴ്സ് ഗ്ലാസ് പെയിൻറ്റിംഗ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ക്യാൻവാസിൽ വരയ്ക്കുന്നതിൻ്റെ നേരെ റിവേഴ്സ് മെത്തേഡാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തലതിരിഞ്ഞ വരാമെന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ മിറർ ഇമേജിൽ വേണം നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ. എന്നാലാണ് തിരിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ ആ വർക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മൾ റിവേഴ്സ് പെയിൻറ്റിംഗ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മളിത് സിഗ്നേച്ചർ ഇട്ട ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ക്യാൻവാസിൽ നേരെ അവസാനമാണ് നമ്മൾ അതിലേക്ക് വരിക. ഇതിൽ നമ്മൾ നേരെ തിരിച്ച് ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ പുറകോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. ഗ്ലാസ് ആവുകൊണ്ട് നമുക്ക് ലൈഫ് ടൈം ഇതേപോലെ തന്നെ ഈ ഒരു കോൺട്രാസ്റ്റോട് കൂടി നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഗ്ലാസ്സിൽ എല്ലാ മീഡിയത്തിലും ചെയ്യുമെങ്കിലും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ഗ്ലാസ് വർക്കിലാണ്. എൻ്റെ പേര് സുധീർ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ബുദ്ധ പൗർണമിയോടനുബന്ധിച്ച് ഈ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് 2 പെയിൻറ്റിങ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അക്രിലിക് മീഡിയമാണ്. ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു, ഒരുപാട് എക്സിബിഷനും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. 30-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ നടക്കുന്ന ബുദ്ധ പൗർണമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ട് എക്സിബിഷനാണ്. നമ്മൾ 21 ആർട്ടിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കുറേറ്ററായ രഹന സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നല്ല കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റ് വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബുദ്ധ പൗർണമിയായിട്ടുള്ള എൻ്റെ വർക്ക്, ഞാൻ ഓൾറെഡി ചെയ്യുന്നത് സ്റ്റോൺ വർക്കായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പെയിൻറ്റിങ്സും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടി ചെയ്ത ഒരു വർക്കാണ്. ഈ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് പേപ്പർ ആർട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് കൊച്ചുകുട്ടികൾ കമ്മലെല്ലാം ഉണ്ടാക്കാനെടുക്കുന്ന ആ പേപ്പറിൽ ചെയ്തൊരു വർക്കാണ്. ഇതിൻ്റെ ലൈറ്റും ഷെയ്ഡും കൊടുത്തുന്ന രഹന മാഡം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു വ്യത്യസ്തമായൊരു വർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തതാണ്. അതേപോലെ ഒരുപാട് വർക്കുകൾ, ഈ 21 ആർട്ടിസ്റ്റിൻ്റെ വർക്കുകളെല്ലാം വെറൈറ്റി വർക്കുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ആർട്ട് ഗാലറി, ജി ആർട്ട് ഗാലറിയിൽ, എറണാകുളം ജി ആർട്ട് ഗാലറിയിൽ വന്ന് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ചിത്രങ്ങൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും